അങ്ങനെ ഇന്നലെ മലയാളം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, പ്രാരംഭ ഘട്ടത്തിൽ തന്നെ കല്ലുകടി എന്ന് പറയാം. നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോകളും വിശേഷങ്ങളും വാർത്തകളും നിങ്ങൾ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ആ കല്ലുകടിയിലേക്ക് പോകാം. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇന്നലെ ആദ്യം തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ മത്സരാർത്ഥി അനീഷാണ്. ഒരു കോമണറായിട്ടാണ് അനീഷ് ഹൗസിലേക്ക് കയറിയത്. അപ്പോൾ രണ്ടാമത് അനീഷിന് തൊട്ട് പിന്നാലെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് അനുമോളാണ്. സ്റ്റാർ മാജിക്കിലൂടെ നമുക്കൊക്കെ സുപരിചിതയായ അനുമോളാണ് കടന്നു വന്നത്. അപ്പോൾ അനുമോൾ വന്നപാടെ അനീഷിനോട് കടക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നു, കടക്കണ്ട, ഇത് എനിക്ക് ബിഗ് ബോസ് തന്ന സ്ഥലമാണ്, ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത്, അല്ലെ ഞാൻ മാത്രമാണ് ഇതിൻ്റെ അവകാശി എന്ന രീതിയിലാണ് പറയുന്നത്. അത് പോട്ടെ, അതൊരു തമാശയായിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലെങ്കിൽ എല്ലാം തമാശയായിട്ടാണെങ്കിലും തുടക്കത്തിലെ ഒരു കല്ലുകടി ഇതായിരുന്നു. രണ്ടാമത് അനീഷ് പറയുന്നുണ്ട്, എനിക്ക് ആളെ മനസ്സിലായില്ല എന്ന് അനുവിനോട്. അനു പറയുന്നു, എന്നെ മനസ്സിലായില്ലേ, ഞാൻ അനു ആണ് എന്ന് പറയുന്നു. ഓ, സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ള അനു, ഓക്കെ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല, കാരണം സ്റ്റാർ മാജിക്കിലുള്ള ആളെപ്പോലെ എനിക്ക് തോന്നിയില്ല, കാരണം ഈ നേരിട്ട് കാണുമ്പോൾ അത്ര സൗന്ദര്യം തോന്നില്ല എന്ന് അനീഷ് പറഞ്ഞു. അത് അനുമോളെ ഉള്ളിലൊന്ന് സങ്കടത്തിൻ്റെ ഒരു തിരയിളക്കം ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം. ഇത് കണ്ട പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞ തവണ വന്ന രതീഷിൻ്റെ അതേ അവസ്ഥയിലേക്ക് അനീഷ് പോകുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു നെഗറ്റീവ് ആണല്ലോ വരുന്നത് എന്നൊക്കെ. എന്തായാലും നമുക്ക് ഇത് തുടങ്ങിയിട്ടല്ലുള്ളൂ, കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ, എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. രതീഷിൻ്റെ അതേ സ്ഥിതിയിലേക്ക് അനീഷ്, കാരണം കഴിഞ്ഞ തവണ ആദ്യം വന്ന മത്സരാർത്ഥി രതീഷായിരുന്നു, ഇത്തവണ ആദ്യം വന്ന മത്സരാർത്ഥി അനീഷാണ്. രണ്ടുപേരും വന്നപ്പോൾ തുടക്കത്തിൽ ഉള്ള ഒരു ആവേശമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് വളരെ നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അനീഷിൽ അത് ഉണ്ടാവില്ല. ഇനിയുള്ള ദിവസങ്ങൾ മികച്ച രീതിയിൽ കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്കും കാത്തിരിക്കാം. എന്താണ് ഇനി അനീഷിൻ്റെ വായിൽ നിന്ന് ഇത്തരം മണ്ടത്തരങ്ങൾ വരുമോ ഇല്ലയോ? എന്തായാലും ചെറിയൊരു മണ്ടത്തരമായി പോയി എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം കണ്ട പ്രേക്ഷകർ പറയുന്നത്. വരും ദിവസങ്ങളിൽ നല്ലൊരു മത്സരാർത്ഥിയായിട്ട് അനീഷ് ഉയരട്ടെ, അതേപോലെ അനുമോൾ ഉയരട്ടെ, മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും ഉയരട്ടെ എന്ന് നമുക്ക് പറയാം. അടുത്ത വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് അല്പസമയത്തിന് ശേഷം കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു.